ഹായ്, ഞാൻ വീണ്ടും വന്നു കേട്ടോ. വെറ്റിലക്കൊടി കാണണോ? അതാ വെറ്റിലക്കൊടിയാണ് കേട്ടോ. കണ്ടില്ലേ? എന്തെന്ന് വെച്ചാൽ ഇപ്പം മുറുക്കി ചോദിച്ച് നടക്കാനും വെറ്റില തുപ്പാനും ആളില്ലാത്ത കാരണേ ഇപ്പോൾ ഇവരൊക്കെ കർമാദിച്ച് വളരുക. അവരാലോചിക്കണില്ല കഴിഞ്ഞിൻ്റെ അവസാനം വരെയുള്ള അവരുടെ ജീവിതം. ഇത്രയൊക്കെയുള്ളവരുള്ള പിന്നെ എനിക്കിതേ പണ്ട് ആടൊക്കെ പ്രസവിച്ച തൂക്കുന്ന സാധനമില്ല, അതല്ല കേട്ടോ. ഇത് ഹരിതസേവകർക്ക് കൊടുക്കാനുള്ള കിറ്റാണ്. ഇതിൽ വരും സോപ്പും കവറും, സോപ്പും പൊടി കവറും, സോപ്പിൻ്റെ കവറ് മാത്രമേ ഉള്ളൂ. ഇതിൽ മിക്സാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിൽ നല്ല ചന്തത്തുള്ള മുന്തിരി മുളക് കിട്ടും. സുന്ദരി മുളക് എന്ന് പറയും, മുന്തിരി മുളകെന്നും പറയും. പിന്നെ ആ തെങ്ങ് കണ്ടില്ലേ, ആ വലിയ തെങ്ങ്, ആ തെങ്ങിൻ്റെ തേങ്ങ മുളപ്പിക്കാൻ വെച്ചതാട്ടത്. ആ തെങ്ങ് വെട്ടണമെങ്കിൽ ഇയാൾ മുളച്ച് വലുതായിട്ട് വേണം. അയൽവാസികൾക്ക് അവരുടെ വീട്ടുമേലേക്ക് തേങ്ങയും പട്ടയൊക്കെ വീഴുന്നത് കാരണം ഞാൻ വേഗം എന്തിനൊന്ന് മുളപ്പിക്കുക. 8 മാസമായിട്ട് ഇപ്പോഴാണ് ആളൊന്ന് കണ്ണ് മിഴിച്ച് വരുന്നത്. എങ്ങനെയായാലും വേണ്ടില്ല, ഇയാളെന്ന് മുളച്ചിട്ട് കുഴിച്ചിടണം. വേഗം ഉണ്ടാവും കേട്ടോ. നല്ല വലിയ തേങ്ങ, നല്ല തേങ്ങയാണത്. വെറുതെ കണ്ട വവ്വാല് തൂങ്ങിയ പോലെ വെറുതെ തൂങ്ങിയാലത് കാര്യമായിട്ടൊന്നുമില്ല. ഇതിന് ആളുണ്ടോ? ഇവൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. തോന്നിയ പോട്ടെ, അല്ലെങ്കിൽ ഞാൻ നമസ്കാരം മതി നമസ്കരിച്ചൊക്കെ മതി. എന്തിനാണെന്നറിയാലോ, അവനെന്തിനും കഴിക്കണതിന് വേണ്ടിയിട്ടാണ്. മതി ബാബാ. വേണ്ട, വീടിൻ്റെ അരികിലായത് കൊണ്ട് വീട് പൊളിക്കുമ്പോൾ JCBയുടെ ആവശ്യമൊന്നുമില്ല. അവർ മനസ്സ് വെച്ചാൽ മതി, ഒന്നിച്ച് പൊയ്ക്കോളും. വീടരികിൽ വേണ്ടല്ലേ, തറ കയറിയിരിക്കുകയാണ് കേട്ടോ. തറ കയറിയിട്ട് വീടിനുള്ള തറ കയറിയിരിക്കുകയാണത്. അത് കാരണമേ നഷ്ടത്തിലെ ചെടികളൊക്കെ കയറിയിരിക്കണൊക്കെ തോന്നിയ ഭാഗത്ത് ഒരു കളറുടെ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് വീടിൻ്റെ ഉമ്മർത്തിരുന്ന് പറഞ്ഞു. അപ്പോൾ തൊടി കൂടെ കയറിയിരിക്കുകയാണ് എല്ലാവരും. ഒരു അവസ്ഥയാണ്. അടിപൊളിയായിട്ട് ഉമ്മർത്ത് കയറി എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയൊക്കെ ഓട്ടുമ്പുറത്ത് കയറിയിരിക്കുകയാണ്. ഇത് വീട് പൊളിച്ചപ്പോൾ ഓട് നിരത്തിയതാണ്. അതിലാണ് ഇപ്പോൾ എല്ലാവരും കയറി സുഖവാസം അവരുടെ. പൊളിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത മാനസികവാസം, മനസ്സൊരുങ്ങുന്ന എന്ത് കരയുന്ന ഒരു തത്തക്കുട്ടി. ചക്കരേ ഉറങ്ങടി, എണീക്കടി ചക്കരേ, ഒന്നും പോകാൻ എനിക്ക് സുന്ദരി ബാവേ. അവൾ നീക്കണില്ല, അവൾ ഉറക്കത്തില്ല. കണ്ടോ വീട്ടിൽ കയറിയിരിക്കേണ്ട ആളുകളാണ് ഇവരൊക്കെ. അതുപോലെ തന്നെ ആയിരുന്നു, അടിപൊളിയായിട്ട് ഉമ്മർത്തിരുന്നായിരുന്നു. ഇപ്പോൾ അവരെല്ലാവരും പാവം അതിൻ്റെ അരികിലും അവിടെയും ഇവിടെയൊക്കെ ഇരിക്കേണ്ട അവസ്ഥ വന്നു. നല്ല ചന്തത്തിലുള്ളത് ഇപ്പോൾ വീടല്ല കേട്ടോ, ഒരു മതിൻ്റെ അരികിലേക്ക് ഇവരെ കറക്കി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ ഏത് സമയത്ത് അവരൊക്കെ വീടിനകത്ത് കയറാൻ തമ്പുരാനറിയാം. എത്രയും പെട്ടെന്ന് കയറട്ടെ അല്ലേ. നല്ല ഒരുപാട് ചെടി ഉണ്ടായിരുന്നു. എല്ലാം ആ വീട് പൊളിച്ചപ്പോൾ കേടൊന്ന് പോയി. ചെടികളുടെ കോട്ടയായിരുന്നു ഇവിടെ പോയി. തറ കയറിയതാണ്.